إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ഉപദേശങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. മുഹറം മാസത്തിലെ പ്രധാനപ്പെട്ട തസ്വാഇൻ്റെയും ആഷൂറ 9-10 നോമ്പുകളുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുമൊക്കെയാണ് നമ്മൾ ഈ ജുമുഅയിൽ ഒത്തുചേരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ജൂൺ മാസത്തിലെ 26-ാം തീയതി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ഒരു ദിവസമാണ്. മദ്യവും മയക്കുമരുന്നും രാസലഹരിയും തുടങ്ങി വ്യത്യസ്തമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതിൻ്റെ ലഭ്യതയുമൊക്കെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇന്നത്തെ കാലമെന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ലഹരിക്കെതിരെയുള്ള ലഹരി വിരുദ്ധ പരിപാടികളും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞകളും ബോധവൽക്കരണവും ഒക്കെ നടക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ ലഹരി വസ്തുക്കൾ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. ചിലർക്ക് തിന്മകളായ പല വിഷയങ്ങളും ലഹരിയായി അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളുമുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനപ്പുറത്ത് പല തിന്മകളും ശീലമായി അതൊരു ലഹരിയായി അത് ജീവിതത്തിൻ്റെ ഒരു ആസ്വാദനമായൊക്കെ അനുഭവിച്ചങ്ങനെ പോവുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യവും ഇന്ന് നിലവിലുണ്ട്. മദ്യമെന്നത് ലഹരിയുടെ കേന്ദ്രമായാണ്, അതിൻ്റെ മാതാവായാണ്, തിന്മയുടെ മാതാവായാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞത്, ഇജ്തനിബു ഉമ്മൽ ഖബായിസ്, തിന്മകളുടെ മാതാവായ ലഹരിയെ നിങ്ങൾ ഉപേക്ഷിക്കുക. ഖംറ് എന്ന പദത്തിന് കള്ള് എന്നതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയെ മറച്ചു കളയുന്ന, അതിനെ നശിപ്പിക്കുന്ന, അതിനെ മൂടിക്കളയുന്ന എല്ലാ നിലക്കുമുള്ള ആശയങ്ങളും അതിൻ്റെ പിന്നിൽ വരും. ലഹരി എന്ന പദത്തിന് ഖംറ് എന്നാണ് അറബിയിൽ ഉപയോഗിക്കുക. ഖംറ് എന്നതിൻ്റെ പരിധി എല്ലാ ലഹരിയും വരുമെന്നാണ് മുഫസ്സിറുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്.
കേരളത്തിൽ നോക്കൂ, നമ്മുടെ പ്രധാന ഭക്ഷണമായ അരി വാങ്ങാൻ വേണ്ടി ആളുകൾ പ്രതിവർഷം ചെലവഴിക്കുന്നത് 5000 കോടി രൂപയാണ് എങ്കിൽ അതിൻ്റെ 4 ഇരട്ടി തുകയാണ് മദ്യത്തിനു വേണ്ടി മാത്രം മലയാളി ചെലവഴിക്കുന്നത് എന്നത് നമ്മൾ അത്ഭുതപ്പെടുത്തും. മറ്റു ലഹരി പദാർത്ഥങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് വേറെ. അരി കഴിക്കുന്ന അതിനുവേണ്ടിയുള്ള ചെലവ് 5 കോടിയാണെങ്കിൽ ഏകദേശം 20 കോടിയോളം രൂപയാണ് മദ്യം വാങ്ങിക്കഴിക്കാൻ കേരളത്തിൽ മലയാളി ചെലവഴിക്കുന്നത് എന്നത് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. മദ്യം ലഹരി പദാർത്ഥമല്ല എന്ന നിലക്കുള്ള പരസ്യങ്ങൾ, അതിൻ്റെ പ്രചാരണങ്ങൾ അതിൻ്റെ തിന്മയെ ലഘൂകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. വൈകിട്ടെന്താ പരിപാടി എന്ന ഒരു സിനിമാ നടൻ്റെ ഡയലോഗ് നാട്ടിലുണ്ടാക്കിയ കോലാഹലങ്ങൾ ചെറുതല്ല. വൈകിട്ടാവുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു ഏർപ്പാട് വേണം, അതിലൽപ്പം മദ്യം കഴിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന നിലക്ക് പുതിയ തലമുറ അതിനെ സ്വീകരിക്കുന്ന വളരെ വ്യസനകരമായൊരു സാഹചര്യം കേരളത്തിലുണ്ടായി. മദ്യത്തെക്കുറിച്ച് ഈ അടുത്താണ് അതൊരു ആഹാരമാണ് എന്ന നിലക്കുള്ള തെറ്റായ പ്രചരണം നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. പുതുതലമുറയെ ഇതൊക്കെ വളരെ മോശമായി ബാധിക്കുന്നു എന്നതിൽ സംശയമില്ല. ഈ അടുത്ത കാലത്താണ് വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ചും വീര്യം കൂടിയ മദ്യത്തെക്കുറിച്ചുമൊക്കെ നമ്മുടെ സർക്കാർ തലങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നത്. വീര്യം കൂടിയതും വീര്യം കുറഞ്ഞതുമൊക്കെ രണ്ടും ഒരുപോലെ തിന്മയാണ് നാട്ടിൽ ഉണ്ടാക്കുന്നത് എന്നത് ബോധമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കുന്ന കാര്യമാണ്. ദീനുൽ ഇസ്ലാം അതുകൊണ്ടാണ് അതിനെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയത്. കുല്ലു മുസ്കരിൻ ഹംറുൻ വകുല്ലു മുസ്കരിൻ ഹറാം എന്നാണ്. ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഹംറിൻ്റെ പരിധിയിലാണ് വിടുക. ലഹരി ഉണ്ടാക്കുന്ന നമ്മളെ മസ്തിഷ്കത്തെ, നമ്മുടെ ഞരമ്പുകളെ ത്രസിപ്പിച്ച് തെറ്റുകൾ ജീവിതത്തിൽ സംഭവിപ്പിക്കുന്ന, ഗുണമല്ലാത്ത മനുഷ്യൻ്റെ ബുദ്ധിക്കും ശരീരത്തിനും മനസ്സിനും കുടുംബത്തിനും ജീവിതത്തിനും ഒക്കെ ഹാനികരമാകുന്ന ലഹരിയായി നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഹംറിൻ്റെ പരിധിയിൽ വിടുമെന്നാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുല്ലു മുസ്കരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഹറാമാണ് എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അപ്പം അതിൻ്റെ വീര്യം കുറവാണോ കൂടുതലാണോ എന്നതല്ല ദീൻ നോക്കുന്നത്, അതിൻ്റെ ആത്യന്തികമായി ഉണ്ടാക്കുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ദീൻ മനുഷ്യരെ പഠിപ്പിക്കുന്നത്. നോക്കൂ, ലഹരി വലിയ തിന്മയാണ്. അത് നമ്മളെ സ്വയം നശിപ്പിക്കുന്നു, മാത്രമല്ല അത് മറ്റുള്ളവരെയും നശിപ്പിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ ഈ ലഹരിയെക്കുറിച്ച് പറയുന്നുണ്ട്. സഅലൂനക അനിൽ ഹംരി വൽ മൈസിരി ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസി വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു, അവർ നിന്നോട് ഹംറിനെ കുറിച്ചും മൈസിറിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ഫീഹിമാ ഇസ്മുൻ കബീർ, അതിൽ ഗുരുതരമായ തെറ്റുണ്ട്, പാപമാണത്, വലിയ ഗൗരവമുള്ള തിന്മയാണത്. വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ള ചില സംഗതികൾ അതിലുണ്ട്. വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, എന്നാൽ പാപത്തിൻ്റെ അംശമാണ് അതിൽ കൂടുതൽ. ജനങ്ങൾക്ക് പ്രയോജനമെടുക്കാനുള്ള കാര്യമുണ്ടെങ്കിലും ഏറ്റവും വലിയ തിന്മയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ നിലക്ക് അതിൻ്റെ ചെറിയ അംശമാണോ വലിയ അംശമാണോ എന്നുള്ളതല്ല, അതിൽ മാരകമായ വിഷമുണ്ട്. അത് ഉപയോഗിക്കുന്നതും അത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതുമൊക്കെ വലിയ തെറ്റാണ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ചെറിയ തരത്തിൽ നമ്മളെ ഉത്തേജിപ്പിക്കുന്ന, നമ്മളെ ബുദ്ധിയെയോ ശരീരത്തെയോ മനസ്സിനെയോ ഒക്കെ നശിപ്പിക്കുന്ന ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ നാട്ടിലുണ്ട്. അത് പുകയായി കിട്ടുന്നതുണ്ടാകും, കുത്തിവെക്കുന്നതായിട്ടുണ്ടാകും, ചിലത് വാസനിക്കുന്നതായിട്ടുണ്ടാകും, ചിലത് കുടിച്ചാൽ ലഭിക്കുന്നതുണ്ടാകും. അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഉത്തേജനങ്ങൾ താൽക്കാലികമായി നൽകുന്നതായിരിക്കും. അത്തരത്തിൽ നമ്മളെ ഉത്തേജിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങളെല്ലാം ഹറാമാണ് എന്ന് ഖുർആനും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ സർക്കാർ ലഹരിക്കെതിരെയുള്ള വലിയൊരു പോരാട്ടം ആരംഭിച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ടാവുന്ന തരത്തിലൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത്. അതിൻ്റെ വേരില്ലാതാക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മൻ റആ മിൻകും മുൻകറൻ എന്ന് തുടങ്ങുന്നൊരു ഹദീസ്. നിങ്ങൾക്കിടയിൽ നിന്ന്, ആളുകൾക്കിടയിൽ ഒരു തിന്മ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, ഒരു തിന്മക്കെതിരെ നിങ്ങൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് അത് തടയുക, നിങ്ങളുടെ വാക്കുകൊണ്ട്, നാവുകൊണ്ട് നിങ്ങൾ അതിനെതിരെ സംസാരിക്കുക. നിങ്ങൾ അതിനൊക്കെ അശക്തരാണെങ്കിൽ മാനസികമായെങ്കിലും നിങ്ങൾ അതിനോട് വെറുപ്പ് കാണിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഈ ലഹരിയെക്കുറിച്ചുള്ള വേരറിക്കുന്നതിന് വേണ്ടി അത്തരം സ്ഥലങ്ങളെ, അത്തരം ആളുകളെ, അത്തരം സംവിധാനങ്ങളെ ഒക്കെ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ സംവിധാനത്തിലേക്ക് വിവരം കൊടുക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി
നാട്ടിലെ സുരക്ഷിതത്വത്തിന് വേണ്ടി, സമാധാനപൂർണമായൊരു ജീവിതത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ആ പ്രവർത്തനം ചെയ്യുന്നത് വലിയ പുണ്യകരമായ പ്രവർത്തനമാണ്. അത് ദീനീ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. ആ നിലക്ക് നമ്മൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും സഹകരിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്യുക എന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പുണ്യകർമ്മമാണ്. നോക്കൂ, ഹസനുൽ ബസരി റഹിമഹുല്ല ഒരിക്കൽ പറയുന്നുണ്ട്, ലൗകാനൽ അഖ്ലു യസ്തരി ലതഗാലൻ നാസു ഫീ സമനിഹി. ഒരു മനുഷ്യന് ബുദ്ധി എന്നത് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നുവെങ്കിൽ, ബുദ്ധി, ഏറ്റവും കൂടുതൽ ബുദ്ധി നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയുമായിരുന്നുവെങ്കിൽ മനുഷ്യൻ എത്ര വില കൊടുത്തും അത് വാങ്ങുമായിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫലഅജബ് മിമ്മൻ യസ്തരി ബിമാലിഹി മാ യുഫ്സിദുഹു. എന്നാൽ മനുഷ്യൻ നോക്കൂ, എത്ര വില കൊടുത്തും അത് വാങ്ങും എന്നതിനപ്പുറത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? തൻ്റെ സ്വന്തം പണം കൊടുത്ത് അവൻ്റെ കിട്ടിയ ബുദ്ധി തന്നെ നശിപ്പിക്കുന്ന കാര്യമാണ് അവൻ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ സ്വന്തം ബുദ്ധിയെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ ഉള്ള പണം കൊടുത്ത് അവൻ വാങ്ങുന്നു എന്നത് എത്ര അതിശയകരമാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പുകച്ച് സിഗരറ്റ് ആവട്ടെ, അതല്ലെങ്കിൽ പുകക്കുന്ന കാര്യങ്ങളാവട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വലിച്ച് നമ്മൾ എന്താണ് നേടിയത്? ആരോഗ്യം കൂടിയോ? ബുദ്ധി കൂടിയോ? പണം കൂടിയോ? നമ്മുടെ മക്കൾക്ക് ആരോഗ്യം കൊടുക്കാൻ പറ്റിയോ? അതല്ല, നമ്മുടെ പണം നഷ്ടപ്പെട്ടോ? ദൂരത്തിൻ്റെ പരിധിയിൽ അത് വരില്ലേ? അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പുകച്ചു തള്ളുന്നതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് എത്ര വലിയ രോഗങ്ങളാണ്, മാരക രോഗങ്ങളാണ് നമ്മൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്കതിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയാത്തത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കുടിച്ചു മനുഷ്യൻ ആ കുടുംബത്തിനോ ജീവിതത്തിലോ എന്താണ് നേടിയിട്ടുണ്ടാവുക? കുത്തിവെച്ചും പൊടി ഉപയോഗിച്ചും ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി എന്താണ് ഇതുമൂലം നേടിയിട്ടുണ്ടാവുക? എന്തെങ്കിലും ലാഭം നേടിയിട്ടുണ്ടാകുമോ? ആരോഗ്യം നേടിയിട്ടുണ്ടാകുമോ? അതല്ല അവൻ്റെ കരിയറിന് വേണ്ടി എന്തെങ്കിലും മെച്ചപ്പെടുത്താൻ അവന് സാധിച്ചിട്ടുണ്ടാകുമോ? അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുപാട് മാരകമായ രോഗങ്ങളെ വിലക്ക് വാങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ കൗമാരം അത് നശിപ്പിക്കുന്നു, നമ്മുടെ യൗവനം അത് നശിപ്പിക്കുന്നു, നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥത അതില്ലാതാക്കുന്നു, നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും ഒക്കെ അത് നശിപ്പിക്കുന്നു എന്നതാണ് ലഹരി കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടമെന്ന് പറയുന്നത്. പുതിയ തലമുറ പലപ്പോഴും ഇതിൻ്റെ ഗൗരവമൊക്കെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ലഹരി നോക്കൂ, ഒരിക്കലത് ഉപയോഗിച്ചാൽ അത് നിർത്താൻ കഴിയുമെന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. അത് നമ്മുടെ ബുദ്ധിയെ നശിപ്പിക്കും, ചിന്തയെ നശിപ്പിക്കും, ആരോഗ്യം നശിപ്പിക്കും, ബോധവും നശിപ്പിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. ചില ആളുകൾ പറയും അതൊരു ടൂറിൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇതൊരു ക്യാമ്പല്ലേ, ഇത് കഴിഞ്ഞാൽ നമുക്കത് ഉപേക്ഷിക്കാം, ഒരു കല്യാണ ദിവസമല്ലേ, നമുക്ക് ലേശം ഒന്ന് വീശാം, നമുക്ക് ടെൻഷൻ വരുമ്പോൾ അത് ഇല്ലാതാക്കാനുള്ള ഒരു മാർഗമെന്ന നിലക്കൊക്കെ ആളുകൾ അത് ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട്. പിന്നെ അത് ശീലമാകും എന്നതാണ് ലഹരിയുടെ ഒരു വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചില ആളുകൾ പറയും അത് കുറച്ചല്ലേ, കുറച്ച് അളവിൽ ഒരു ദിവസം ഒന്ന് ഉപയോഗിച്ച് പ്രശ്നമില്ല, അല്ലെങ്കിൽ വീര്യം കുറഞ്ഞത് ഉപയോഗിച്ചാൽ പ്രശ്നമില്ല എന്നതൊക്കെ ആളുകൾ പലപ്പോഴും ഇതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി, കൂട്ടുകെട്ടിൻ്റെ ഭാഗമായൊക്കെ പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, ഞാനത് മരുന്നുണ്ടാക്കാൻ അല്പം കള്ളുപയോഗിക്കുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞത്, ഇത് മരുന്നല്ല, ഇത് രോഗമാണ് എന്നാണ്. മരുന്നല്ല, ഇത് രോഗമാണ്, രോഗമുണ്ടാക്കുന്ന സാധനമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചത്. അപ്പോൾ റസൂൽ ഞാനത് കുറച്ച് അതിൽ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് കുറച്ചായാലും ധാരാളമായാലും ശരി, അത് ഹറാമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല അത് ഉപയോഗിച്ചാൽ അത് നമ്മുടെ സൽപ്രവർത്തനങ്ങളെ നശിപ്പിച്ചു കളയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചത്. റസൂൽ പറയുന്നുണ്ട്, മൻ ശരിബൽ ഖംറു വസകിറ ലം തുഖബൽ ലഹു സ്വലാത്തുൻ 40 സ്വബാഹ. ഒരാൾ കള്ളു കുടിച്ചു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചാൽ അയാളുടെ 40 നേരത്തെ നമസ്കാരം അതാ ബാത്തിലായി പോയിരിക്കുന്നു എന്നാണ്. വൈൻ മാത്ത ദഖലന്നാർ, അവൻ അങ്ങനെ കള്ളുടിച്ചോ ലഹരി ഉപയോഗിച്ചാണ് മരിച്ചു പോകുന്നത് എങ്കിൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും എന്ന് റസൂൽ പറയണം. ഫൈൻ താബ താബല്ലാഹു അലൈഹി, ഇനി അവന് ഇങ്ങനെ ഉപയോഗിച്ചു, പറ്റിപ്പോയി, കൂട്ടുകെട്ടിൽ വീണുപോയി, അതല്ല അതിൻ്റെ ഗൗരവം മനസ്സിലാകാതെ പോയി, ജീവിതത്തിൻ്റെ ഏതോ സന്ദർഭങ്ങളിൽ അത് ജീവിതത്തിലേക്ക് കടന്നു വന്നു, ഒരു ദുർബല നിമിഷത്തിൽ അത് സംഭവിച്ചു പോയി, അങ്ങനെ ഒരു അവിവേകം അവൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയി. എന്നാൽ അവൻ എന്താണ് ഓപ്ഷൻ? അതിൽ തുടരലാണോ? റസൂൽ പറയണ ഫതാബ അലൈഹി, അവൻ തൗബ ചെയ്യട്ടെ, അവൻ തൗബ ചെയ്താൽ തെറ്റ് തിരുത്തട്ടെ, താബല്ലാഹി അലൈഹി, അവൻ്റെ തൗബ അല്ലാഹ് സ്വീകരിക്കുമെന്നാണ്. ഈ ദീന് നോക്കൂ, എത്ര ഹൈറായ കാര്യങ്ങളാണ് മനുഷ്യർക്ക് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്നത്. മനുഷ്യ സഹജമായി ചില തിന്മകൾ ജീവിതത്തിൽ സംഭവിക്കും, നല്ല ഈമാനുള്ളവർക്ക് പോലും അത് പറ്റിപ്പോവും. അങ്ങനെ തിന്മകൾ ജീവിതത്തിൽ വന്നാൽ വളരെ പെട്ടെന്ന് തൗബ ചെയ്ത്
അത് മടങ്ങുകയും എന്നിട്ട് ആ തിന്മ പിന്നീട് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അത് മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ള ഒരു വചനാണ്. അല്ലാഹ് ഗഫൂറാണ്, റഹീമാണ്. അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തെറ്റുകളിൽ വീണുപോയ മനുഷ്യരോട് തിരുത്താൻ ആവശ്യപ്പെടുകയും അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെ മദ്യം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴെങ്കിലും നമ്മൾക്കൊരു വിവരം കിട്ടിയാൽ ഓനെ കാലാകാലം അങ്ങനെ കള്ളുകുടിയനായി നമ്മൾ മുദ്ര കുത്തേണ്ടതില്ല. അവനൊരു കഞ്ചാവിൻ്റെ ആളായിട്ട് ഒരു കഞ്ചാവാണ് എന്ന് നമ്മൾ പ്രചരിപ്പിക്കേണ്ടതില്ല. അവരെ അങ്ങനെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ വക്താവായി നമ്മൾ ആക്കി തീർക്കേണ്ടതുമില്ല. നമ്മൾ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുകയും അവരെ വിളിച്ചുപദേശിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ മാർഗങ്ങൾ, ചികിത്സകൾ ലഭ്യമാക്കുകയും ദീനിൻ്റെ വശത്തേക്ക് അവരെ കൂടുതൽ അടുപ്പിക്കുകയും ഇസ്ലാമിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ ഈമാനികമായ ഊർജം പകർന്നു നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഒരു മുഅ്മിൻ എന്ന നിലക്ക് നമുക്ക് ചെയ്യാനുള്ള ബാധ്യത എന്ന് പറയുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു മനുഷ്യൻ അങ്ങനെ ഒരു കെണിയിൽ വീണുപോയാൽ പിന്നെ അവൻ്റെ കല്യാണം മുടക്കുകയും അവൻ്റെ കുടുംബജീവിതം താറുമാറാക്കുകയും അവൻ്റെ കുടുംബത്തെ അപമാനിക്കുകയും ഒക്കെ ചെയ്ത് ശാശ്വതമായി അവർക്കതിൽ നിന്ന് മോചനമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കുള്ള സംസാരം, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള പരദൂഷണങ്ങൾ അത്തരത്തിൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഒരു മുഅ്മിൻ എന്ന നിലയ്ക്ക് നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യമെന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയും ആ തിന്മകളിൽ നിന്ന് നമ്മൾ അവരെ രക്ഷപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക എന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ കാര്യത്തിൽ ചെയ്യാനുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ തന്നെ പറയുന്നുണ്ട്, വഇൻ ആദ കാന ഹഖൻ അലല്ലാഹ് അയസ്കിയഹു മിൻ റദഗത്തിൽ ഖബാലി യൗമൽ ഖിയാമ. അവൻ അറിഞ്ഞുകൊണ്ട് ഞാൻ ഇനി മാറാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും ആ തിന്മ അയാൾ ആവർത്തിക്കാനാണ് അയാൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവനെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല റദഗത്തിൽ ഖബാൽ എന്ന പാനീയം ഖിയാമത്ത് നാളിൽ കുടിപ്പിക്കുമെന്നാണ്. ഖബാൽ എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ റദഅത്തുൽ ഖബാൽ, എന്താണ് ഈ റദഅത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഉസാറത്തു അഹ്ലിന്നാർ എന്നാണ്. നരകാവകാശികളായ മനുഷ്യരുടെ വിയർപ്പും അവരുടെ കൊഴുപ്പും അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചലങ്ങളുമാണ് ആ പാനീയം എന്ന് പറയുന്നത്. അതവരെ നരകത്തിയിൽ വെച്ച് കുടിപ്പിക്കപ്പെടുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ശിക്ഷയായി വളരെ ഗൗരവമായ ഒരു ഉപദേശം എന്ന നിലക്ക് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തെറ്റുകളിലേക്ക് വീണുപോകാതിരിക്കാൻ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ പലപ്പോഴും ഇത്തരം കെണികളിൽ വീഴ്ത്താനുള്ള ചുറ്റുപാടുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. മക്കളുടെ കാര്യങ്ങൾ നമ്മൾ രക്ഷിതാക്കൾ എന്ന നിലക്ക് ശ്രദ്ധിക്കുക, അവർക്ക് ദീനിയായ ഉത്ബോധനം നടത്തുക. ഇത്തരം തിന്മകളിലേക്ക് പോകാതിരിക്കാൻ ദീൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കൃത്യസമയത്ത് നമസ്കാരം നിലനിർത്തി പോവുക എന്നതാണ്. നമസ്കാരം നമ്മുടെ ഈമാൻ നിലനിർത്തും. പ്രിയപ്പെട്ടവരെ, തെറ്റിപ്പോകാതിരിക്കാൻ നമസ്കാരം, പ്രത്യേകിച്ചും 5 നേരം ജമാഅത്തായൊക്കെ നമുക്ക് നമസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ മറ്റ് തെറ്റുകളിലേക്ക് വീണുപോകാതിരിക്കാൻ നമുക്ക് വലിയ ഉപകാരമുണ്ടാകും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും അള്ളാഹനെ ഓർക്കാൻ നമുക്ക് നമസ്കാരം ഗുണം ചെയ്യും. നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ എപ്പോഴും ഫ്രഷായി നിൽക്കാൻ, ഒന്ന് റീചാർജ് ചെയ്ത് ഒന്ന് ഫ്രഷായി നിലനിർത്താനൊക്കെ നമ്മുടെ നമസ്കാരം നമ്മളെ ഉപകാരപ്പെടുമെന്നതിൽ സംശയമില്ല. സൂറത്തുൽ മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, പ്രവാചകന്മാരുടെ കുറേ ഗുണങ്ങൾ പറഞ്ഞു, അവർ നമസ്കരിക്കുന്നു, അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയാണ്, അതിനൊക്കെ ശേഷം ചില ആളുകൾ നാട്ടിലുണ്ടായി എന്നാണ്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്കൊക്കെ ശേഷം കുറച്ച് ആളുകൾ ഉണ്ടായി. അവർക്ക് സംഭവിച്ച ഒരു പോരായ്മ എന്ന് പറയുന്നത് എന്താണ്? അല്ലാഹു സ്വലാത്ത് എന്നാണ്. നമസ്കാരം അവർ പാഴാക്കി കളഞ്ഞു എന്നാണ്. നമസ്കാരം ഉപേക്ഷിച്ചു എന്നല്ല, നിസ്കരിക്കേണ്ടവർ, പക്ഷെ അതിനൊരു അടുക്കും ചിട്ടിയൊന്നുമില്ല, തോന്നിയതുപോലെയായി. ചില വക്തുണ്ട്, ചില വക്തില്ല, ചിലത് ജമാഅത്തുണ്ട്, ചിലത് അശ്രദ്ധമാണ്, ചിലത് ആർക്കോ വേണ്ടി നിസ്കരിക്കുകയാണ്. നമസ്കാരത്തിൻ്റെ ഭക്തിയോ ഗൗരവമോ ഒന്നുമില്ലാതെ നമസ്കരിച്ച് നമസ്കാരം പാഴാക്കി കളയുന്നു അവർ. അങ്ങനെ പാഴാക്കി കളയുന്നവർക്ക് എന്താണ് സംഭവിക്കുക എന്ന് ഖുർആൻ പറഞ്ഞു, വത്തബഉ ശഹവാത്ത് എന്നാണ്. അവർ പിന്നീട് സംഭവിക്കുക ഷഹവാത്തുകളെ പിന്തുടരുന്നവരായി മാറുമെന്നാണ്. ഈ ഷഹവാത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നാട്ടിൽ നമുക്ക് രസമുണ്ട് എന്ന് തോന്നുന്ന, ഹരമുണ്ട് എന്ന് തോന്നുന്ന തെറ്റുകുറ്റങ്ങളാണ്, നമ്മുടെ ലഹരി പോലെയുള്ള കാര്യങ്ങളാണ്, നമ്മുടെ ഇച്ഛകളാണ്. തോന്നിയതുപോലെ ജീവിക്കാനുള്ള കാര്യങ്ങളിലേക്ക് അവൻ വീണുപോകും. അതിനവന് കാരണമാകുന്നത് അല്ലാഹു സ്വലാത്ത്, അവൻ്റെ നമസ്കാരം അങ്ങനെ പാഴിലായി പോകുന്നതാണ് എന്ന് ഖുർആൻ നമ്മളെ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ പ്രചരണം, ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്ന നിലക്ക് സർക്കാർ നടത്തുന്ന ഈ കാര്യങ്ങൾ
വളരെ ഗൗരവത്തിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വീര്യം കുറഞ്ഞതും വീര്യം കൂടിയതും എന്ന നിലക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് ഇതിൻ്റെ വിൽപ്പനയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെയും നമ്മൾ ശബ്ദിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഒരു മുഅ്മിൻ എന്ന നിലക്ക് ഇതിൻ്റെ ദീനിയായ വശങ്ങൾ, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോവുകയും ചെയ്യുക. അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഹൈറായ രീതിയിൽ ജീവിച്ചു മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.